മോദി എന്തൊരു ക്രൂരനാണ്. പ്രചാരണം പോകുന്ന പോക്കാണ്. കാരണം ഇന്ത്യക്കാർക്ക് കഴിക്കേണ്ടുന്ന അരി അതെടുത്ത് ഇന്ത്യക്കാർക്ക് കൊടുക്കാതെ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാതെ, അത് വാറ്റിയോ നീറ്റിയോ എത്തനോളാക്കുന്നു. എത്തനോൾ എന്നിട്ട് പെട്രോളിൽ ചേർക്കുന്നു. അങ്ങനെ അരിയുടെ ക്ഷാമമുണ്ടാകുന്നു. അരി വില കൂടാൻ മോദിയുടെ ഈ തെറ്റായ നയം കാരണമാകുന്നു എന്നൊരു പ്രചാരണം ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ അതിൻ്റെ വാർത്തയൊക്കെ വന്നു. ചില പ്രേക്ഷകർ ഇത് അയച്ചു തന്നു എനിക്ക്. എന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അപ്പോൾ 2030 നമ്മുടെ ഇന്ധനത്തിൽ പെട്രോളിൻ്റെ 20% എത്തനോൾ ചേർത്തുള്ള പെട്രോൾ വിൽക്കണമെന്നൊരു നയമുണ്ടായിരുന്നു. പക്ഷേ അത് 2030 വരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ നടപ്പാക്കി. അതുകൊണ്ട് 2 ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. 2 ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ വാഹനങ്ങൾ പൂർണ്ണമായും എത്തനോൾ ഉപയോഗിക്കാൻ പര്യാപ്തമായ തരത്തിലേക്ക് അതിൻ്റെ യന്ത്ര സംവിധാനങ്ങൾ മാറിയിട്ടില്ല. അതുകൊണ്ട് വാഹനങ്ങൾക്ക് എൻജിൻ തകരാറുണ്ടാകുന്നു. അതാണ് ഒന്നാമത്തെ ആക്ഷേപം. രണ്ടാമത്തത്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സംഭരിച്ച് വെച്ചിരിക്കുന്ന അരി മുഴുവൻ തീരുന്നു. ഇത് മുഴുവൻ എടുത്ത് മോദി ഇങ്ങനെ വാറ്റി എത്തനോൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് കേരളം ഉൾപ്പെടെ അരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആന്ധ്രയിൽ ഉൾപ്പെടെ അരി വില ഇങ്ങനെ റോക്കറ്റ് പോലെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രചാരണത്തിൽ കുറച്ച് സത്യങ്ങളുണ്ട്, എന്നാൽ ഒരുപാട് നുണകളുമുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നത്, പണ്ടൊക്കെ നമ്മൾ പത്രത്തിലുണ്ടായിരുന്ന സമയത്ത്, സാർ ഓർക്കുന്നില്ലേ, FCIയുടെ ഗോഡൗണുകളിൽ കിടക്കുന്ന സംഭരിച്ച് വെച്ചിരിക്കുന്ന അരിയും ഗോതമ്പും ഒക്കെ ചീത്തയായി പുഴുവരിച്ച് ഒന്നിനും കൊള്ളാതെ വരുമ്പോൾ കടലിൽ കൊണ്ട് കളയുന്നു എന്നൊക്കെയുള്ള വാർത്ത കളയാറുണ്ടായിരുന്നു. കാരണം കത്തിച്ച് കളയായിരുന്നു. എന്നിട്ട് പഞ്ചാബിൻ്റെ അതിർത്തിയിലൊക്കെ പുകവരുന്നു ഡൽഹിയിൽ നിന്ന്. അതാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ ഈ അരി മനുഷ്യന് കൊടുക്കാതെ അരിയും ഗോതമ്പും കളയുവാണ്. അങ്ങനെയല്ല. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവിടെ മേടിച്ചിട്ട് എല്ലാം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവിടെ FCI സംഭരിക്കുന്നത് രാജ്യത്തിനൊരു ക്ഷാമമോ യുദ്ധമോ ഒക്കെ വന്നാൽ ഭക്ഷ്യധാന്യ ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സംഭരിച്ച് വെക്കലാണ്. അതോടൊപ്പം ഡിസ്ട്രിബ്യൂഷനും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും BPL താഴെയുള്ള ആളുകൾക്കൊക്കെ സൗജന്യ റേഷൻ കൊടുക്കുന്ന പദ്ധതി മോദി സർക്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. അരി കിട്ടാതെ ആരും പട്ടിണി കിടന്ന് ഇന്ത്യയിൽ ചാവുന്നില്ല. സൗജന്യ റേഷൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വരുമാനം അനുസരിച്ച് ഇപ്പോൾ മോദി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്തൊരു കള്ളം. അപ്പോൾ ഇതിൻ്റെ ഒരു നിജസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് FCIയിലെ സർപ്ലസ് സ്റ്റോക്കാണ്. അതായത് FCIയുടെ പക്കൽ മിച്ചമുള്ള അതെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഇത് വിളവെടുക്കുമ്പോൾ FCIക്ക് സൂക്ഷിക്കാനായിട്ട് സ്ഥലം വേണം. അവിടെ സ്ഥലം ഉണ്ടാക്കാനായിട്ട് ഈ പഴയ ഈ സർപ്ലസ് സ്റ്റോക്ക്, പുതിയ സ്റ്റോക്ക് വരുമ്പോൾ പഴയത് റിമൂവ് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മോശമായി കത്തിച്ചും കടലിൽ കൊണ്ടുപോയി കളയേണ്ടി വരും. ഇത് E20 പെട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിന് പദ്ധതിയുണ്ട്. ഈ കാർബൺ എമിഷൻ ഇല്ലേ, നമ്മുടെ അന്തരീക്ഷ മലിനീകരണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2030 എന്ന് പറഞ്ഞിട്ടൊരു ലക്ഷ്യം വെച്ച് നമ്മൾ രാജ്യാന്തര കരാറുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണത്. അപ്പോൾ മുമ്പ് നമുക്ക് പെട്രോളിൽ ചേർത്തുകൊണ്ടിരുന്ന എത്തനോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ E20 പ്രോഗ്രാമാണല്ലോ. അത് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. E5ഉം E10ഉം ആണ് നേരത്തെ പെട്രോളിൽ മിക്സ് ചെയ്തിരുന്നത്. അത് ചോളം, കരിമ്പ്, ഗോതമ്പ് ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. ഇപ്പം അരിക്ക് വില കൂടുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ബദൽ ചോദ്യം ചോദിക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അരിയിലേക്ക് മാറിയിട്ട് കരിമ്പ്, ചോളം, ഗോതമ്പിനെയൊക്കെ ഒഴിവാക്കിയല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വില ആനുപാതികമായിട്ട് കുറയേണ്ടതാണല്ലോ. ഒരു വശത്ത് അങ്ങനെയും നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഈ അരിയുടെ വില കുറയുന്നു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് കൂടുന്നു എന്ന് പ്രചരിപ്പിച്ചത് HDFC സ്കൈ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. അത് ബാങ്കിൻ്റെ ഓൺലൈൻ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ പ്ലാറ്റ്ഫോമാണത്. ഓഹരിയുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് നിക്ഷേപിക്കാവുന്ന ഓൺലൈൻ സ്കൈ, മറ്റേ HDFC സ്കൈ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. അവരാണ് ഇങ്ങനെ എത്തനോളിന് വേണ്ടി അരി കൂടുതലായിട്ട് വേണ്ടി വരുന്നത് കൊണ്ട് വില കൂടാൻ സാധ്യതയുണ്ട് എന്ന് പ്രചരിപ്പിച്ചത്. അത് പിന്നെ ആളുകൾ ഏറ്റെടുത്ത് ഇപ്പോൾ കൂടുന്ന എല്ലാത്തിൻ്റെയും കൂടെ അരിക്ക് വില നേരത്തെ തന്നെ കൂടുന്നുണ്ടല്ലോ, പല കാരണങ്ങളുണ്ട്. ഇവിടെ വിപണിയിൽ ഇടപെടുന്നില്ലല്ലോ സർക്കാർ. മുമ്പ് ഈ ചന്ദ്രശേഖരൻ നായരുടെ കാലത്തൊക്കെ ഇടപെട്ടിരുന്ന പോലെ ഒരു ഇടപെടലും ഇല്ല ഇവിടെ.
എല്ലാത്തിനും ഇങ്ങനെ. അല്ല, ഓണക്കാലമായിട്ടും വെളിച്ചെണ്ണയ്ക്ക് 529 രൂപയാണ്. അതെ, വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത്, തേങ്ങയ്ക്ക് വില കൂടിയത്, ഇതിന് എത്തനോളുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, E20 പ്രോഗ്രാമായിട്ട് ബന്ധമില്ല. അപ്പം നമ്മുടെ പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൊക്കേറ്റിംഗ് സർപ്ലസ് റൈസ് എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് FCIയിൽ വരുന്ന അരി എടുത്ത് ഇതിന് വേണ്ടി എത്തനോൾ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് പദ്ധതി. അതിന് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, E20 ബ്ലെൻഡിങ് ടാർഗറ്റ്. അത് നമ്മൾ നേടണം, അച്ചീവ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അരി അതുകൊണ്ട് ഇതിനു വേണ്ടി കൂടുതലായിട്ട് കർഷകരിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ചിട്ടേ ഇല്ല ഇതുവരെ. കാരണം FCIയിൽ ഇപ്പോഴും സ്റ്റോക്ക് കിടപ്പുണ്ട്. അത് ഇനിയും കത്തിച്ച് കളയാതെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ എണ്ണ ഇറക്കുമതി ഉണ്ടല്ലോ, ആ എണ്ണ ഇറക്കുമതിയിലെ ഈ പരാശ്രയത്വം കുറയ്ക്കാൻ പറ്റും. കാരണം ഈ എത്തനോള് E20 ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ക്രൂഡിൻ്റെ, പെട്രോളാക്കാനുള്ള ക്രൂഡിൻ്റെ അത്രയും ആവശ്യം കുറയും. ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകാവുന്ന ലാഭം 1.5 ലക്ഷം കോടി രൂപയാണെന്ന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എണ്ണയുടെ ഇറക്കുമതി കുറയും, എത്തനോൾ 20 ഇതിൻ്റെ അകത്ത് ബ്ലെൻഡ് ചെയ്യുന്നത് കൊണ്ട്. മറ്റേതാണെങ്കിൽ അത് അങ്ങനെ കുറയില്ലായിരുന്നു. രാജ്യത്തിന് അങ്ങനെ വലിയ ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ് എണ്ണ ഇറക്കുമതി. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, റഷ്യൻ എണ്ണതയെ കുറേ മേടിക്കുന്നു എന്ന് പറയേണ്ട സാഹചര്യവും കുറേയൊക്കെ ഒഴിവാകും. ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങളുണ്ട്. E20 എന്ന് പറഞ്ഞാൽ 20%, 20% എത്തനോൾ ഇതിൽ മിക്സ് ചെയ്യുന്നു. അതുകൊണ്ട് എത്തനോൾ ഉൽപ്പാദനം കൂടുന്നു. അരി പോലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഡിമാൻഡ്, അരി മാത്രമല്ലല്ലോ, ഇതിൻ്റെ കൂടെ ചോളവും ഗോതമ്പും ഷുഗർക്ക് മറ്റേ കരിമ്പും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ അലൊക്കേഷൻ അത് സർപ്ലസ് റൈസിന് മാത്രമേ അതിൻ്റെ അകത്ത് തീരുമാനിച്ചിട്ടുള്ളൂ. അതല്ലാതെ കർഷകർ ഒന്നാമത് ഈ സർപ്ലസ് ആയിട്ട് വരുന്നതൊക്കെ നമ്മൾ കൂടുതലായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്ന ഈ മട്ടയോ പാലക്കാടൻ മട്ടയോ ഇതൊന്നും അല്ലല്ലോ FCIയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അരി. അത് ഈ ജയൊക്കെ പോലുള്ള അരി സംഗതിയാണ്, നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നതല്ല. മൂന്നാമത്തത് ഈ ഭക്ഷ്യ ചെയിനിൽ അരി കുറയും എന്നുള്ളൊരു സംശയം. അതിന് ഈ ലക്ഷ്യം ഇതായതുകൊണ്ട് അതിന് സാധ്യതയില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ആളുകൾക്ക് അറിഞ്ഞുകൂടാത്തെന്നല്ല, അറിയാവുന്നൊരു ഒരുപാട് പേരുണ്ട്. എന്നാൽ പോലും ഉണ്ട്. നമുക്കിപ്പം ഈ ഭക്ഷ്യധാന്യങ്ങളുടെ ഒരു വലിയ കരുതൽ ശേഖരം എക്കാലത്തും രാജ്യത്തിനുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധം വന്നാലും ക്ഷാമം വന്നാലും അത് ബാധിക്കാതിരിക്കാനാണ് നമ്മൾ കരുതി വെക്കുന്നത്. അത് ഭക്ഷണവസ്തുക്കൾ മാത്രമല്ല, ഫ്യൂവൽ, ഡീസലും പെട്രോളും നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഒരു യുദ്ധം വന്നാൽ നമുക്ക് വേണ്ടേ? നമ്മൾ ഇനി വരാനുള്ള കാലത്തേക്കുള്ള എണ്ണയ്ക്കൊക്കെ ഇപ്പോഴേ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബറിൻ്റെ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുത്തിരിക്കുക. പേയ്മെന്റ് ഒക്കെ നേരത്തെ കൊടുക്കുന്നതാണ്. ആളുകൾക്ക് ചോദിക്കാം, എന്നാൽ പിന്നെ ഈ അരി എന്തിനാണ് ചീത്തയാക്കി കളയുന്നതിന് പകരം കയറ്റുമതി ചെയ്തുകൂടെ എന്ന്. നേരത്തെ സുനിൽ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു ക്ഷാമം വരുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കരുതലായി എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന രീതിയാണ്. എല്ലാവരും ചെയ്യും. പാകിസ്ഥാനും ബംഗ്ലാദേശും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതെവിടെ അവിടെ ഇല്ലല്ലോ. അത് പിച്ചതുണ്ട്, പലതും തരാമെന്ന് ചോദിച്ചാൽ നമ്മുടെ നേരെ ചട്ടിയായിട്ട് നിൽക്കുന്നവരാണ്. ചട്ടിയായിട്ട് നിൽക്കുന്നതിൽ ഇട്ട് കൊടുക്കാം. ഗോതമ്പ്, ചോളം, അതിൻ്റെയൊക്കെ ഡിമാൻഡ്. അപ്പോൾ കൂടുതൽ ഡിമാൻഡിന് ഗോതമ്പനും ചോളവും ഒക്കെ ഫ്രീ ആയി ഇപ്പോൾ. അത് അതിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ കൂടുതൽ നമുക്ക് കയറ്റിയും അയക്കാം. അങ്ങനെ ഒരു വരുമാന മാർഗം ആ കർഷകർക്ക് ഗുണമുണ്ട്. അതുകൊണ്ട് ഗോതമ്പ്, ചോളം, പഞ്ചസാര ഉണ്ടാക്കാൻ കൂടുതൽ കരിമ്പ് വിട്ടുകൊടുക്കാം കർഷകർക്ക്. ആ കർഷകർക്കൊക്കെ ഇതുകൊണ്ട് ഗുണമുണ്ട്. E20 പദ്ധതി എന്ന് പറയുന്നത് എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കർഷകർക്ക് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുക. ഇതാണ് ഈ വിമർശകർ പറയുന്നുണ്ട് കേട്ടോ. കർഷകർക്ക് വേണ്ട 40,000 കോടിയോ മറ്റോ അധികമായി കിട്ടി എന്ന് പറയുന്നുണ്ട്. അതുണ്ട്, ഈ എണ്ണയുടെ ലാഭം കർഷകർക്ക് കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ജൂണിൽ നമ്മൾ അരിയുടെ അലൊക്കേഷൻ കൂട്ടിയിട്ടുണ്ട് ഈ എത്തനോളിന് വേണ്ടി. 5.2 മില്യൺ ടൺ ആക്കി കൂട്ടിയിട്ടുണ്ട്. 5.2
മില്യൺ 52 ലക്ഷം ടൺ. അപ്പോൾ FCIയിൽ അങ്ങനെ അധിക സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കരിമ്പ് ഈ ഇതിന് വേണ്ടിയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ കുറയ്ക്കാം. പഞ്ചസാര ഉൽപ്പാദനം ഇനി കൂടും രാജ്യത്ത്. FCIയിൽ ഇപ്പോൾ കരുതൽ ശേഖരവും കൂടി പറയണമല്ലോ, 60 മില്യൺ ടൺ അരിയും നെല്ലും ഉണ്ട്. നമ്മൾ കൂട്ടുകയും ചെയ്തു, 5.2 മില്യൺ ടൺ ആക്കുകയും ചെയ്തു. 60 മില്യൺ ടൺ അരിയും നെല്ലും ഇപ്പോൾ FCIയിലുണ്ട്. അപ്പോൾ വിലക്കയറ്റത്തിനുള്ള കാരണം അരി ഇല്ലാത്തതല്ല. അല്ല, അരി ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. ആവശ്യത്തിനുണ്ടെങ്കിൽ FCIയിൽ നിന്ന് ചോദിച്ചാൽ കൊടുക്കാനും ഉണ്ട്. നമുക്ക് 60 മില്യൺ ടൺ അരി നെല്ലും FCIയിൽ ഇരിക്കെ നമ്മുടെ ആവശ്യം എത്രയാണെന്നറിയോ? കരുതലിന് 13.5 മില്യൺ ടൺ മതി. എത്ര? 4 ഇരട്ടിയാണ് നമ്മുടെ കരുതലുണ്ട്. നമ്മൾ കരുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വിഷയമേ അല്ല. അതുപോലെ ഈ ചോളത്തിൻ്റെ വില ഇതുകൊണ്ട് കൂടാം. അപ്പോൾ അതുകൊണ്ട് പൗൾട്രി കർഷകരില്ലേ, കോഴിത്തീറ്റ, അതിന് ചോളമാണ് അവർ നോർത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പൗൾട്രി കർഷകരെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ വാർത്തയുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഹർദീപ് പുരി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എല്ലാ റിഫൈനറികളും IOC, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എല്ലാവരും ഈ എത്തനോളാണ് ഉപയോഗിക്കുന്നത്. 2025 ആദ്യം തന്നെ നമ്മൾ 20% നമ്മൾ ലക്ഷ്യം കൈവരിച്ചു ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത്. ഡെഡ് ലൈൻ 2030 ആയിരുന്നെങ്കിലും നമ്മൾ 2025 ആദ്യമായപ്പോൾ തന്നെ നമ്മൾ കൈവരിച്ചു. കാർബൺ എമിഷൻ കുറഞ്ഞു. 1 ലക്ഷം കോടി രൂപയ്ക്ക് മേൽ നമുക്കിതിൽ നിന്ന് ലാഭമുണ്ടാവും. ഈ 20 പദ്ധതിയിൽ നിന്ന് 1.5 ലക്ഷം കോടി. അങ്ങനെ വരുമ്പോൾ കരുതൽ വിദേശ നാണ്യ ശേഖരത്തിൽ വരും. നമ്മുടെ ഇറക്കുമതി ബിൽ കാരണമാണ് ഇത് നമുക്ക് കരുതൽ ശേഖരം ഇല്ലാതെ വന്നത്, എണ്ണ ഇറക്കുമതിയുടെ ബില്ല് കാരണം. അപ്പോൾ ഈ കിട്ടുന്ന പണം നമുക്ക് കർഷകർക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ കഴിയും. മൊത്തത്തിൽ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. പിന്നെ എനിക്ക് മറ്റേ സാങ്കേതിക കാര്യങ്ങൾ എനിക്കറിയില്ല. നമ്മുടെ വാഹനങ്ങളുടെ എൻജിൻ എത്തനോള് ഉപയോഗിക്കാൻ പര്യാപ്തമായ സംവിധാനമാണോ എന്നുള്ളത് ഒരു സാങ്കേതിക പ്രശ്നമാണ്. കുറേ പഴയ വാഹനങ്ങളുടെ ആളുകളൊക്കെ അങ്ങനെ അതാണ്. പക്ഷേ പുതിയ വാഹനങ്ങൾക്ക് ഇത് പറ്റും എന്നാണ് തോന്നുന്നത്. കാരണം സർക്കാരിൻ്റെ പോളിസി അങ്ങനെയാണെന്ന്. ഇപ്പോൾ ഭാരത് സ്റ്റേജ് 4 or 5 അങ്ങനെയൊക്കെ ആയി മാറുന്നുണ്ടല്ലോ വാഹനങ്ങൾ. അപ്പോൾ അതിനുള്ള കപ്പാസിറ്റിയുള്ള അതിന് പറ്റുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ നിരത്തിൽ ഇറങ്ങുന്നത്. വാഹനങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയല്ലേ, പുതിയ വണ്ടികൾ. അപ്പോൾ ഏതായാലും ഇതൊരു പ്രചാരണമാണ്. മോദി അരിവില കുട്ടി എന്ന് പറയുക എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള വേണ്ടതിലധികം അരി FCIയിലുണ്ട്. ഇതിനൊക്കെ എത്തനോളിനൊക്കെ ഉപയോഗിച്ചാലും കളയാനുള്ള അരി FCIയിലുണ്ട്. അപ്പോഴും ചോദ്യം ബാക്കിയാണ്, വെളിച്ചെണ്ണയ്ക്ക് എന്താ വില കൂടിയത്? ചോദ്യമുണ്ട്. അതിന് ഇവിടുത്തെ സർക്കാർ ഉത്തരം 10 രൂപയുടെ പപ്പടം പറക്കാൻ 529 രൂപയുടെ എണ്ണ വാങ്ങണം ഓണക്കാലത്തും. ഞാനിന്നലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് കയറാൻ വെളിച്ചെണ്ണ അവിടുത്തെ ഓഫർ പാക്കേജ് കാരണം 499 രൂപ കിട്ടി. 30 രൂപ ലാഭം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.